സോഷ്യൽ മീഡിയയിലൂടെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി നടിയും ഇൻഫ്ലുവൻസറുമായ പേളി മാണി ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ നടക്കുന്ന വിദ്യാർത്ഥി സമരത്തെക്കുറിച്ചുള്ള പേളിയുടെ നിലപാട് വിമർശനത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. സമരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളോട് സുരക്ഷിതരായും ജീവൻ അപകടത്തിലാക്കാതെ വീട്ടിലേക്ക് മടങ്ങാനും പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റിന് പിന്നാലെയാണ് പേളിക്ക് വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ യുവാക്കളുടെ കരുത്തും ഐക്യവും ദൃഢനിശ്ചയവും നമ്മൾ കണ്ടു. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും പരുക്കേൽക്കുന്ന ഹൃദയഭേദകമായ വീഡിയോകൾ ഞാൻ കണ്ടു. അത് എന്നിലൊരു മാറ്റമുണ്ടാക്കി. എനിക്ക് ചിന്തിക്കാൻ സാധിച്ചത് ഒന്നു മാത്രമാണ്: ദയവ് ചെയ്ത് പരിക്കേൽക്കരുത്, സുരക്ഷിതരായിരിക്കൂ. നിങ്ങളുടെ ജീവൻ അപകടത്തിലാണെങ്കിൽ വീടുകളിലേക്ക് മടങ്ങൂ. ഒരു ജീവൻ നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ വലുതല്ല ഒരു ലക്ഷ്യവും എന്നാണ് പേളി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റിൽ കുറിച്ചത്. പിന്നാലെ നിരവധി പേരാണ് പേളിയുടെ കമന്റ് ബോക്സിലെത്തിയത്. പേളിയുടേത് ഇരട്ടത്താപ്പയാണെന്നും ബാലൻസിംഗ് ആണെന്നുമായിരുന്നു വിമർശനം. താരത്തിനെതിരെ രംഗത്തെത്തിയവരിൽ സിനിമാ മേഖലയിൽ നിന്നുള്ളവരും സോഷ്യൽ മീഡിയ താരങ്ങളുമുണ്ട്. ഇതിലും ഭേദം വാ തുറക്കാതിരിക്കുന്നതെന്നായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ വിമർശനം. തന്നെ വിമർശിക്കുന്ന കമന്റുകൾ പേളി ഡിലീറ്റ് ചെയ്തതായും ആരോപണമുയർന്നു. ഇതിനിടെ വിദ്യാർത്ഥി സമരത്തിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണവും പേളി പങ്കുവച്ചു. ശക്തമായ നടപടികളുണ്ടാകുമെന്ന പ്രധാനമന്ത്രിയുടെ ട്വീറ്റാണ് പേളി പങ്കുവച്ചത്. ഇതിനെയും സോഷ്യൽ മീഡിയ ചോദ്യം ചെയ്തതോടെ പേളി വീണ്ടും പ്രതികരണവുമായി എത്തി. താൻ വയലൻസിന് പകരം സമാധാനത്തെ തിരഞ്ഞെടുക്കുന്നത് പലരെയും ചൊടിപ്പിച്ചുവെന്നാണ് പേളി പറഞ്ഞത്. തനിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവർ മക്കളെ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതായും പേളി ആരോപിച്ചു. ഞാൻ പേളി മാണിയാണ്, അത് എന്റെ ഇഷ്ടനിറം കാവ്യാണ് എന്നു പേളി പ്രതികരിച്ചു. പേളിയുടെ മറുപടിക്കെതിരെയും വിമർശനം വ്യാപകമായി. ഇതോടെ പേളി ഈ സ്റ്റോറി ഡിലീറ്റ് ചെയ്യുകയും തന്റെ കമന്റ് ബോക്സ് ഓഫാക്കുകയും ചെയ്തു. എങ്കിലും പോസ്റ്റുകളുടെയും മറ്റു സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് പേളിക്കെതിരെ രംഗത്തെത്തിയത്.